ഇത് ആദ്യത്തെ ചാവേർ വനിത എന്ന് പറയാം ഇവര് പറയുന്നെങ്കിൽ. അത് ശരി. ചാവേർ നമ്മുടെ നാട്ടിലല്ല, തമിഴ്നാട്ടിലാണ്. അത് ശരി. അതായത് ബ്രിട്ടീഷുകാരുടെ ആധിപത്യം ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് അവരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് പല ചെറുകിട രാജാക്കന്മാരും അവരോട് അനുബന്ധമായിട്ടുള്ള മറ്റ് നേതാക്കന്മാരും ഒക്കെ പ്രയത്നിച്ചിരുന്നു. അന്ന് തമിഴ്നാട്ടിലൊരു, ഞാൻ ശരിക്കും അവരുടെ പേര് ഓർക്കുന്നില്ല, ഇവരുടെ പേര് കൊയിലി എന്നാണ്. കൊയിലി. അത് ശരി. ഇവരുടെ നേതാവ് എന്ന് പറയുന്നത് രാജ്ഞിയായിരുന്നു, ഒരു റാണിയായിരുന്നു. റാണി. അപ്പൊ റാണിയും പരിവാരങ്ങളും, അതായത് അവര് അറിഞ്ഞു ഈ ഒരു അമ്പലത്തിനകത്തായിട്ട് ബ്രിട്ടീഷുകാർ ഒരു ആയുധപുര ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അവരുടെ യുദ്ധത്തിനുള്ള സാമഗ്രികളും വെടിക്കോപ്പുകളും എല്ലാം അവിടെയാണ് സൂക്ഷിച്ചിരുന്നത്. അപ്പൊ അതിന് എങ്ങനെയായാലും നശിപ്പിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ കൂടിയാണ് ഈ രാജ്ഞിയും പരിവാരങ്ങളുമായിട്ട് ക്ഷേത്രത്തിൽ പോകുന്നത്. അപ്പൊ ക്ഷേത്രത്തിൽ കാവലായിട്ട് ബ്രിട്ടീഷുകാരാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ ഇവര് ഭക്തരാന്നുള്ള നിലയിൽ പൂജയ്ക്കുള്ള പൂക്കളും മറ്റും ഇതൊക്കെ കൊണ്ടുപോയിട്ടാണ് അകത്ത്. അപ്പൊ സത്യത്തില് രാജ്ഞിയും സേനാംഗങ്ങളുമാണ് പോകുന്നത്. എല്ലാം വനിതകളാണ്. ഓക്കെ. അപ്പൊ ആദ്യത്തെ വനിതാ മുന്നേറ്റവുമാണ്, അതുപോലെ ആദ്യത്തെ ചാവേറുമാണ്. ശരി. അപ്പൊ അങ്ങനെ അകത്ത് കയറിയപ്പോൾ അവർക്ക് മനസ്സിലായി നമുക്ക് പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ അവിടെ. ശരി. പക്ഷെ അവരുടെ ഉദ്ദേശം സാധിച്ചു തന്നെ തിരിച്ചു പോകണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഈ വനിത, ഈ കൊയിലി എന്ന് പറയുന്ന ഈ കൊയിലി, അവര് മുന്നോട്ട് വന്നിട്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് തയ്യാറാകാന്ന് പറഞ്ഞിട്ട് ഇവര് കൊണ്ടുവന്ന എണ്ണ, അതായത് രക്തസാക്ഷിത്വം വരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്ന് അവരുടെ ദേഹത്ത് മുഴുവനും നെയ്യും എണ്ണയും ഒക്കെ ഒഴിച്ചിട്ട് നേരെ ഈ ആയുധപ്പുരയുടെ ഭാഗത്ത് ചെന്ന് പുറത്ത് തീ കത്തിച്ചുകൊണ്ട് ആയുധപ്പുരയ്ക്കകത്ത് കയറി. അങ്ങനെ അവരുടെ ആയുധപ്പുര കത്തി നശിക്കുന്നതോടുകൂടി ആയുധങ്ങൾ നശിച്ചു പോയി. അപ്പൊ ഇതിന് ചരിത്രം ഇപ്പൊ പലയിടത്തും ഇല്ല. തമിഴ്നാട്ടിൽ തൊട്ടാവോ എന്നുള്ള കാര്യം. അതെ, പ്രത്യേകിച്ചും ചരിത്രങ്ങൾ തിരുത്തപ്പെടുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. പല ചരിത്രങ്ങളും വിസ്മൃതിയിലാണ്ട് പോകുന്നത്. ആ ഒരു സമയത്ത് ഇപ്പോൾ ഉള്ളത് പറഞ്ഞാൽ ഞാനും ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു കഥ കേൾക്കുന്നത്. കൊയിലിയെക്കുറിച്ചും ആദ്യത്തെ ചാവേറിനെ കുറിച്ചും ഒക്കെ കേൾക്കുന്നത് ആദ്യമായിട്ടാണ്. താങ്കൾക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ആശയങ്ങൾ താങ്കൾ പങ്കുവച്ചു. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വളരെ പുരോഗമന ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ചിത്രങ്ങളാണ് ഇവയിൽ പലതും. അതിൽ സമൂഹത്തിനോട് ചോദിക്കാനുണ്ട്, രാഷ്ട്രീയ കക്ഷികളോടും ഒരുപക്ഷെ അവരോട് സംവദിക്കാനുള്ളതുണ്ടാവാം, സമൂഹത്തോട് മൊത്തം സംവദിക്കാനുള്ള പല ആശയങ്ങളും നമുക്ക് ഇതിനകത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇവിടെ കാണിച്ച ചിത്രങ്ങൾ മാത്രമല്ല, ഇനിയും ഒട്ടേറെ ചിത്രങ്ങൾ താങ്കളുടെ പണിപ്പുരയിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. തീർച്ചയായും താങ്കൾ ഒരു നല്ല പ്രദർശനമോ ആ രീതിയിൽ എന്തെങ്കിലും ഒരു പരിപാടി മറ്റ് കലാകാരന്മാരുമായി കൂടെ ചേർന്നുകൊണ്ടോ ഒറ്റയ്ക്കോ നടത്തണം. തീർച്ചയായും താങ്കൾ അങ്ങനെ ഒരു പരിപാടി വലുതുണ്ടോ? എന്താണ് മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയുണ്ട്. ഒറ്റയ്ക്കായാലും ചെയ്യാം, ഒറ്റയ്ക്കാണെങ്കിൽ ഇനിയും ചിത്രങ്ങൾ വേണം, പിന്നെ മറ്റ് ആർട്ടിസ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഒപ്പം ഇതിൻ്റെ കൂടെ സെയിലാകുന്നെങ്കിൽ ആകട്ടെ എന്നുള്ളൊരു ആഗ്രഹം. നല്ലൊരു കാര്യമാണ്. പക്ഷേ വളരെ നല്ല ചിത്രങ്ങളാണ്. ഇപ്പം ആ ഒരു തമിഴ് വനിത, ആ ഒരു പാട്ടി അവിടെ നിൽക്കുന്ന ആ ചിത്രങ്ങൾക്കൊക്കെ എന്തൊരു പൂർണ്ണതയാണെന്നറിയോ. അതുപോലെ കമ്പ്യൂട്ടർവൽക്കരണ യുഗത്തെക്കുറിച്ച് കാലത്തിന് മുന്നേ തന്നെ നിങ്ങൾ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ 85 കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു, 85 കാലഘട്ടത്തിൽ നിങ്ങളുടെ ആ കാഴ്ചപ്പാട് കണ്ടിട്ട് നിങ്ങൾ അതവിടെ വരച്ചു വെച്ചു എന്ന് പറയുന്നത്, പൊതുവെ കലാകാരന്മാർ കാലത്തിന് മുന്നേ തന്നെ സഞ്ചരിക്കുന്നവരാണ് എന്ന് പറയാറുണ്ട്. ഈ ചിത്രങ്ങളിലൂടെ നമുക്ക് അതൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഇപ്പം ടാഗോറിൻ്റെ ഒരു ചിത്രമാണ് ധ്യാനത്തിലിരിക്കുന്ന രീതിയിൽ, അല്ലേ? അത് അപൂർവമായിട്ട് മാത്രമാണ് അങ്ങനെ ചിത്രങ്ങൾ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ അതേപോലെ ഒരു ബ്രാഹ്മണ കുടുംബത്തിലുള്ള മേൽമുണ്ടൊന്നുമില്ല, അന്ന് ഈ മുടിയൊക്കെ ക്രോപ്പ് ചെയ്തിട്ട് അങ്ങനെ സന്ധ്യാനാമം ജപിക്കുന്നത്. അങ്ങനെ ഒരുപാട് വീടുകളിൽ, ഇപ്പോഴുള്ള വീടുകളിൽ ഇങ്ങനെ ഒരു സീനൊന്നും കാണാൻ വേണ്ടിയിട്ടില്ല. തീർച്ചയായും. അപ്പോൾ വളരെ സന്തോഷം. കുട്ടികൾക്ക് ഈ കളിയിൽ താല്പര്യമുണ്ടോ? താല്പര്യമൊക്കെ ഉണ്ട്. അവര് അത്യാവശ്യം അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. എന്തായാലും വളരെ സന്തോഷം. എനിക്കും വേറെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരാൾ, ഒരു മികച്ചൊരു കലാകാരനെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ വേണ്ടി സാധിച്ചതിൽ.
അപ്പോൾ തീർച്ചയായും തിരുവനന്തപുരത്ത് വരികയാണെങ്കിൽ സുന്ദർ സാറിനെ ബന്ധപ്പെടുക. ചിത്രങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. സാറിൻ്റെ നമ്പർ എന്ന് പറയാമോ? 7560917950. ഒന്നുകൂടി പറയാം, 7560917950. സാറിൻ്റെ വാട്സപ്പ് നമ്പറാണ്. നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ചിത്രങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെടാം, അഭിപ്രായങ്ങൾ പറയാം. ഈ ഒരു വീഡിയോ ശ്രവിച്ചതിന് എല്ലാവർക്കും നന്ദി പറയുന്നു. നന്ദി.